അങ്ങനെ ദേ പെരുന്നാൾ കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് വന്നപ്പോഴേക്കും വൈകുന്നേരം 6 മണി 6:30 ആയിട്ടോ. ഇനി എന്താ പള്ളിയിൽ പരിപാടി എന്ന് വെച്ചാൽ വൈകുന്നേരം കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾ ചെന്നപ്പോൾ പതുക്കെ തുടങ്ങിയിട്ടേ ഉണ്ടായുള്ളൂ, സ്വാഗത പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ ചെന്നിട്ട് മോൻ ഒട്ടും ഒതുങ്ങിയിരിക്കാതായപ്പോൾ അവൾ വീണ്ടും ഒരു വണ്ടി മേടിച്ച് കൊടുത്തു കേട്ടോ. പരിചയമുള്ളവരുടെ അടുത്ത് ഇല്ലാത്തവരുടെ അടുത്തുമായിട്ട് എല്ലാവരുടെ അടുത്തും പോയിരുന്ന് അവൻ കളിക്കുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഇരിക്കണ്ടായില്ല കേട്ടോ. അങ്ങനെ ദേ ഇപ്പം സ്വാഗത പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സൺഡേ ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും മേടിച്ച പിള്ളേർക്കൊക്കെ ആയിട്ട് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി. കുഞ്ഞു മക്കൾ വരെ ഭയങ്കര ഭംഗിയായിട്ട് സ്റ്റേജിൽ കയറിയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കേട്ടോ. അവർ ആ തിരിയുന്നതിന് തന്നെ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ് തിരിയുന്നത്. അങ്ങനെ അതും കുറേ കണ്ട് ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ ചേച്ചിമാരുടെ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും കണ്ട് ആസ്വദിച്ചു. പിന്നെ നമ്മുടെ പൊന്നിയുടെ ഡാൻസും ഉണ്ടായിരുന്നു. ഏകദേശം കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവസാനം 1 മണിക്കൂർ ഒരു മാജിക് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. ആരാ എന്താണെന്നൊന്നും അറിയില്ല, അതൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ നല്ലതായിരുന്നു 1 മണിക്കൂറോളം. പിന്നെ ആ 1 മണിക്കൂർ മൊത്തം ഒന്നും ഞങ്ങളിരുന്ന് കണ്ടൊന്നുമില്ല, വേഗം തന്നെ അവസാനിപ്പിച്ച് വീട്ടിൽ പോന്നു. കാരണം അവൻ കുറച്ച് അലമ്പായി തുടങ്ങി, വൈകുന്നേരമായില്ല, ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയൊന്നുമില്ലല്ലോ. അങ്ങനെ വീണ്ടും ഒരു വണ്ടി മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ആദ്യം അവൾ എന്നെ കൊണ്ടുവന്ന് വിട്ടു, അത് കഴിഞ്ഞിട്ട് അമ്മച്ചിയും പൊന്നിയൊക്കെ അങ്ങോട്ട് പോയി മമ്മീനെ വിളിച്ചിട്ട് വന്നു. അങ്ങനെ ഇക്കൊല്ലത്തെ പരിപാടി ഇവിടെ തുടങ്ങുകയാണ്. ഇനി നിറച്ച് പെരുന്നാളുകളും പൂരങ്ങളും നേർച്ചകളും ഒക്കെയല്ലേ. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ പെരുന്നാളൊക്കെ എന്തായി? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.